നഗരത്തിലെ ഏറ്റവും വലിയ കല്യാണ മണ്ഡപം ആകെ ബഹളമയമാണ്. ആദർശിന്റെ അനിയൻ അഭിജിത്തും നന്ദനയും തമ്മിലുള്ള വിവാഹമാണ്. പന്തൽ നിറയെ ബന്ധുക്കളും സുഹൃത്തുക്കളും. ആദർശ് അതിഥികളെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു. പെട്ടെന്നാണ് അഭിജിത്തിന്റെ ഉറ്റ സുഹൃത്ത് അരുൺ ആദർശിന്റെ അടുത്തേക്ക് ഓടി വന്നത്. അവന്റെ മുഖം വിളറിയിരുന്നു. ആദർശേട്ടാ, ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താടാ? മുഹൂർത്തത്തിന് സമയമായി. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ആദർശ് ചോദിച്ചു. അത് നന്ദന. അവൾ ഇവിടെയില്ല. അവൾ ആരോടൊപ്പമോ ഇറങ്ങിപ്പോയി എന്നാണ് അറിയുന്നത്. അവളുടെ റൂമിൽ ഒരു കത്തുണ്ട്. ആദർശിന്റെ ലോകം ഒരു നിമിഷം നിശ്ചലമായി. അഭിജിത്ത് ഇതറിഞ്ഞാൽ തകർന്നു പോകും. അതിലുപരി തൻ്റെ അച്ഛൻ ശേഖരൻ പിള്ളയുടെ അന്തസ്സ് മണ്ണിൽ വീഴും. ആദർശ് വേഗം അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് കാര്യം അറിഞ്ഞപ്പോൾ ആ വൃദ്ധൻ തളർന്നു കസേരയിലേക്ക് ഇരുന്നു. എൻ്റെ മാനം പോയല്ലോ ആദർശേ. നാട്ടുകാരുടെ മുന്നിൽ ഞാൻ എങ്ങനെ തല ഉയർത്തി നിൽക്കും? അദ്ദേഹം വിതുമ്പി. അപ്പോഴാണ് വധുവിൻ്റെ അമ്മാവൻ അങ്ങോട്ട് വന്നത്. കൂടെ പേടിച്ചു വിറച്ചു നിൽക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ദീപ്തി. അവൾ ആ വീട്ടിലെ ഒരു അകന്ന ബന്ധുവും അനാഥയുമാണ്. വീട്ടുജോലികളിലും മറ്റും സഹായിയായി നിൽക്കുന്നവൾ. ശേഖരൻ പിള്ളേ, ഇതിനൊരു പരിഹാരമേ ഉള്ളൂ. മുഹൂർത്തം തെറ്റിക്കണ്ട. എൻ്റെ മകൾ ചെയ്ത തെറ്റിന് പകരമായി ദീപ്തിയെ ആദർശ് വിവാഹം കഴിക്കട്ടെ. അഭിജിത്തിന് നന്ദനയെ അല്ലാതെ മറ്റൊരാളെ സങ്കല്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാം. പക്ഷേ ആദർശ്, നീ ഇത് സമ്മതിക്കണം. ആദർശ് ഞെട്ടിപ്പോയി. അമ്മാവാ, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എനിക്ക് വിവാഹമേ വേണ്ടെന്ന് വെച്ചിരുന്നതാ. പിന്നെ ദീപ്തി, അവൻ ദീപ്തിയെ നോക്കി. കയറി പറഞ്ഞതല്ലാത്ത ഒരു സാധാരണ സാരി എടുത്ത് കണ്ണു നിറച്ച് അവൾ നിൽക്കുകയാണ്. ഈ തീരുമാനത്തിൽ അവൾക്കും പങ്കില്ലെന്ന് അവളുടെ മുഖം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ആദർശേ, നീ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ പന്തലിൽ വെച്ച് മരിക്കും. അച്ഛൻ്റെ വാക്കുകൾ ആദർശിനെ തളച്ചു. ചുറ്റുമുള്ളവരുടെ നിർബന്ധവും അച്ഛൻ്റെ അവസ്ഥയും കണ്ടപ്പോൾ ആദർശ് മറ്റൊരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. അവൻ ദീപ്തിയുടെ അടുത്തേക്ക് നടന്നു. നിനക്കിതിൽ സമ്മതമാണോ? ആദർശ് പതുക്കെ ചോദിച്ചു. ദീപ്തി ഒന്നും മിണ്ടിയില്ല. വിറയ്ക്കുന്ന കൈകളോടെ അവൾ തറയിലേക്ക് നോക്കി നിന്നു. അവളുടെ സമ്മതം മൗനമാണെന്ന് എല്ലാവരും ഉറപ്പിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ മണ്ഡപത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചു. വധുവിൻ്റെ സ്ഥാനത്ത് ദീപ്തി ഇരുന്നു. ആദർശ് അവളുടെ കഴുത്തിൽ താലി ചാർത്തി. മന്ത്രങ്ങൾക്കിടയിൽ ആകെ ആ ചരട് മുറുകുമ്പോൾ ദീപ്തിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ താലിയിലേക്ക് വീണു. സ്നേഹത്തിനു വേണ്ടിയല്ല, മാനം രക്ഷിക്കാൻ വേണ്ടി മാത്രം കോർക്കപ്പെട്ട കൈകൾ. വിവാഹം കഴിഞ്ഞു. എല്ലാവരും പിരിഞ്ഞു പോയി. പക്ഷെ ആദർശിന്റെ മനസ്സ് ശൂന്യമായിരുന്നു. താൻ അറിയാത്ത, താൻ ആഗ്രഹിക്കാത്ത ഒരു പെൺകുട്ടി ഇനി തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. രാത്രി ആദർശിൻ്റെ മുറിയിൽ ദീപ്തി കാത്തിരുന്നു. മുറിയുടെ വാതിൽ തുറന്നുകൊണ്ട് ആദർശ് അകത്തേക്ക് വന്നു. അവൻ്റെ മുഖത്ത് ഗൗരവമായിരുന്നു. ദീപ്തി പേടിയോടെ എഴുന്നേറ്റ് നിന്നു. നോക്കൂ ദീപ്തി, ആദർശ് സംസാരിക്കാൻ തുടങ്ങി. ആദർശ് മുറിയിലേക്ക് കയറി വാതിലടച്ചു. ദീപ്തിയുടെ ഹൃദയമിടിപ്പ് 10 മടങ്ങ് വർദ്ധിച്ചു. അവൾ കട്ടിലിൻ്റെ ഒരു വശത്ത് വിറങ്ങലിച്ചു നിന്നു. കയ്യിലെ മുല്ലപ്പൂക്കൾ തറയിലേക്ക് വീഴാൻ പാകത്തിന് അവളുടെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആദർശ് അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ അവളെ സൂക്ഷിച്ചു നോക്കി. കണ്ണീർ ഉണങ്ങാത്ത ആ മുഖത്ത് പേടി മാത്രമായിരുന്നു. അവൻ ഒരു ദീർഘനിശ്വാസം എടുത്തു. ദീപ്തി, നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. അവൻ്റെ ശബ്ദം ശാന്തമായിരുന്നു, പക്ഷെ അതിൽ ഒരു ഗൗരവം ഉണ്ടായിരുന്നു. ദീപ്തി പതിയെ തല ഉയർത്തി അവനെ നോക്കി. ആദർശ് തുടർന്നു. ഈ വിവാഹം നീ ആഗ്രഹിച്ചതല്ല എന്ന് എനിക്കറിയാം. ഞാനും ആഗ്രഹിച്ചതല്ല. എൻ്റെ അച്ഛൻ്റെ വാക്കിനും കുടുംബത്തിൻ്റെ മാനത്തിനും വേണ്ടിയാണ് ഞാൻ നിന്റെ കഴുത്തിൽ ഈ താലി കെട്ടിയത്. അതുകൊണ്ട് തന്നെ ഒരു ഭാര്യയുടെ അവകാശങ്ങൾ ചോദിച്ചു വരാൻ എനിക്ക് കഴിയില്ല. അവൾ ഒന്നും മിണ്ടാതെ നിന്നു. ആദർശ് അവളുടെ അടുത്തേക്ക് നീങ്ങി കട്ടിലിൽ ഇരുന്നു. നമ്മൾ ഇന്നു മുതൽ ഒരേ മുറിയിൽ താമസിക്കുന്നവർ മാത്രമായിരിക്കും. പുറത്തുള്ളവരുടെ മുന്നിൽ നമ്മൾ ദമ്പതികളായിരിക്കും. പക്ഷേ ഈ മുറിക്കുള്ളിൽ നമ്മൾ അപരിചിതരെ പോലെ ആയിരിക്കും. നിനക്ക് പഠിക്കണമെന്നോ ജോലിക്ക് പോകണമെന്നോ ഉണ്ടെങ്കിൽ ഞാൻ സഹായിക്കാം. നിന്റെ സ്വപ്നങ്ങൾ എനിക്കറിയില്ല, പക്ഷേ അവയൊന്നും ഈ വിവാഹം കൊണ്ട് ഇല്ലാതാകില്ല. ദീപ്തിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തന്നെ ചീത്ത പറയുമെന്നോ അല്ലെങ്കിൽ അവഗണിക്കുമെന്നോ കരുതിയ തനിക്ക് മുന്നിൽ ആദർശ് ഒരു വലിയ മനസ്സ് കാണിച്ചിരുന്നു. എനിക്ക് പേടിയായിരുന്നു.
എല്ലാവരും എന്നെ ഒരു ഭാരമായിട്ടാണ് കണ്ടിരുന്നത്. ഇവിടെയും അങ്ങനെയാകുമെന്ന് ഞാൻ കരുതി. ദീപ്തി വിക്കി വിക്കി പറഞ്ഞു. ഇല്ല ദീപ്തി, നീ ഈ വീടിൻ്റെ മരുമകളാണ്. എൻ്റെ അമ്മയ്ക്ക് ചിലപ്പോൾ ഇത് അംഗീകരിക്കാൻ സമയമെടുക്കുമായിരിക്കും. നീ അത് സഹിക്കണം. ആദർശ് എഴുന്നേറ്റ് തൻ്റെ വസ്ത്രങ്ങൾ മാറി വരാനായി പോയി. പിറ്റേന്ന് രാവിലെ ദീപ്തി നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. അടുക്കളയിൽ ആദർശിൻ്റെ അമ്മ ഭാനുമതി ഉണ്ടായിരുന്നു. ദീപ്തി അങ്ങോട്ട് ചെന്നപ്പോൾ അവരുടെ മുഖം കറുത്തു. ഓ, മഹാറാണി എഴുന്നേറ്റോ? എൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിച്ചിട്ട് ഇനി ഇവിടെ വാഴാമെന്ന് കരുതണ്ട. ആ നന്ദന പോയപ്പോൾ പകരം കയറി പറ്റാൻ നീയും നിന്റെ അമ്മാവനും കൂടി പ്ലാൻ ചെയ്തതാണല്ലേ? ഭാനുമതിയുടെ വാക്കുകൾ ദീപ്തിയുടെ നെഞ്ചിൽ തുളച്ചു കയറി. അമ്മേ, ഞാൻ... ദീപ്തി കരച്ചിലിൻ്റെ വക്കിലെത്തി. എന്നെ അമ്മ എന്ന് വിളിക്കേണ്ട. പണവും പത്രാസുമുള്ള വീട്ടിലെ പെണ്ണിനെ മരുമകളായി കാണാൻ കാത്തിരുന്ന എനിക്ക് വിധി തന്നത് ഒരു എച്ചിൽ കഷ്ണത്തെയാണല്ലോ. അപ്പോഴാണ് ആദർശ് അങ്ങോട്ട് വന്നത്. അവൻ അമ്മ പറഞ്ഞത് മുഴുവൻ കേട്ടിരുന്നു. അമ്മേ, ആദർശിൻ്റെ ശബ്ദം ഉയർന്നു. ഭാനുമതി ഞെട്ടി തിരിഞ്ഞു നോക്കി. ആദർശിൻ്റെ കണ്ണുകളിൽ ദേഷ്യം തിളങ്ങുന്നുണ്ടായിരുന്നു. അമ്മ, ദീപ്തിയോട് ഇങ്ങനെ സംസാരിക്കരുത്. ഇവൾ എൻ്റെ ഭാര്യയാണ്. ഇവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് ഞാനാണ്. ഇനി മേലിൽ ഇവളെ അപമാനിച്ചാൽ അത് എന്നെ അപമാനിക്കുന്നത് തുല്യമാണ്. ആദർശ് ദീപ്തിയുടെ കൈ പിടിച്ചു. ആദ്യമായി അവൻ്റെ സ്പർശനം അറിഞ്ഞപ്പോൾ ദീപ്തിയുടെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. അവൻ അവളെയും കൂട്ടി ഹാളിലേക്ക് നടന്നു. പക്ഷേ അവർ കാണാനിരുന്നത് തകർന്നുപോയ അഭിജിത്തിനെയായിരുന്നു. അവൻ മദ്യപിച്ച് ലക്കുകെട്ട് സോഫയിൽ കിടക്കുന്നു. തൻ്റെ ജ്യേഷ്ഠൻ കല്യാണം കഴിച്ചത് തൻ്റെ വധുവാകേണ്ടവളുടെ വീട്ടിലെ വേലക്കാരിയെയാണല്ലോ എന്ന ചിന്ത അവനെ വേട്ടയാടുന്നുണ്ടായിരുന്നു. അഭിജിത്ത് എഴുന്നേറ്റ് ആദർശിന് നേരെ വിരൽ ചൂണ്ടി. ചേട്ടാ, നിങ്ങൾ കാണിച്ചത് ചതിയാണ്. അഭിജിത്തിന്റെ വാക്കുകൾ കേട്ട് ആദർശ് സ്തംഭിച്ചു പോയി. മദ്യത്തിന്റെ ഗന്ധവും കണ്ണുകളിലെ പകയും അഭിജിത്തിനെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം മാറ്റിയിരുന്നു. അഭി, നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നിനക്ക് ബോധമില്ലേ? ആദർശ് ശാന്തനാവാൻ ശ്രമിച്ചു. എനിക്ക് നല്ല ബോധമുണ്ട് ചേട്ടാ. അഭിജിത്ത് അലറി. നന്ദന പോയപ്പോൾ ആ സ്ഥാനത്ത് മറ്റൊരു നല്ല പെൺകുട്ടിയെ കൊണ്ടുവരാമായിരുന്നു. പക്ഷെ നിങ്ങൾ ആരെയാ ഈ വീട്ടിലേക്ക് അയച്ചത്? നമ്മുടെ വീട്ടിലെ പണിക്കാരുടെ കൂടെ നിന്നിരുന്ന ഈ ദീപ്തിയെയാണോ? എൻ്റെ സുഹൃത്തുക്കളുടെ മുന്നിൽ ഞാൻ എങ്ങനെ തല ഉയർത്തി നിൽക്കും? എൻ്റെ ജ്യേഷ്ഠത്തി ഒരു വേലക്കാരിയാണെന്ന് ഞാൻ പറയണോ? അഭിജിത്തിന്റെ വാക്കുകൾ ദീപ്തിയുടെ ഹൃദയത്തിൽ കനലായി വീണു. അവൾ ആദർശിന്റെ കയ്യിലെ പിടി വിടുവിച്ച് മാറി നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ തുള്ളികൾ നിലത്തു വീണു ചിതറി. നിർത്തട അഭി! ആദർശ് അവൻ്റെ ഷർട്ടിന്റെ കോളറിൽ പിടിച്ചു. ദീപ്തിയെക്കുറിച്ച് ഒരക്ഷരം ഇനി നീ മോശമായി പറയരുത്. വധു ആവേണ്ടവൾ പന്തലിൽ നിന്ന് ഓടിപ്പോയപ്പോൾ നമ്മുടെ കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ വന്നവളാണ് ഇവൾ. ഇവളോട് നമ്മൾ കടപ്പെട്ടിരിക്കുകയാണ് വേണ്ടത്. എനിക്ക് അങ്ങനെയൊരു കടപ്പാടില്ല. എനിക്ക് ഇവളെ ഈ വീട്ടിൽ കാണണ്ട. അഭിജിത്ത് ആടി ഉടഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോയി. ഹാളിൽ വലിയൊരു നിശബ്ദത വളർന്നു. ആദർശ് പതുക്കെ ദീപ്തിയെ നോക്കി. അവൾ വിതുമ്പലടക്കാൻ പാടുപെടുകയായിരുന്നു. ദീപ്തി, നീ അവൻ പറഞ്ഞതൊന്നും കാര്യമാക്കണ്ട. അവൻ വിഷമത്തിലാണ്. അതിൻ്റെ ദേഷ്യം തീർത്തതാണ്. ആദർശ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷെ ദീപ്തി ഒന്നും മിണ്ടിയില്ല. അവൾ പതുക്കെ അടുക്കളയിലേക്ക് നടന്നു. അവിടെ ഭാനുമതി അമ്മ അവളെ പുച്ഛത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അവർ ഒന്നും പറഞ്ഞില്ലെങ്കിലും അവരുടെ ആ നോട്ടം 1000 വാക്കുകളേക്കാൾ മൂർച്ചയുള്ളതായിരുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ആദർശ് തൻ്റെ ബിസിനസ് തിരക്കുകളിലേക്ക് മടങ്ങി. എങ്കിലും ദീപ്തിയെ ആരും ഉപദ്രവിക്കുന്നില്ലെന്ന് അവൻ ഉറപ്പുവരുത്തി. ദീപ്തിയാകട്ടെ തൻ്റെ വേദനകൾ ഉള്ളിലൊതുക്കി ആ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്തു. ആരും പറയാതെ തന്നെ അവൾ ശേഖരൻ പിള്ളയുടെ മരുന്നുകളും ഭക്ഷണവും കൃത്യസമയത്ത് നൽകി. ഒരു ദിവസം വൈകുന്നേരം ആദർശ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ദീപ്തി ഉമ്മറത്ത് തനിച്ചിരിക്കുന്നത് കണ്ടു. അവൾ എന്തോ ആലോചിച്ച് വല്ലാതെ വിഷമിച്ചിരിക്കുകയാണ്. ദീപ്തി, എന്താ പറ്റിയത്? ആദർശ് അവളുടെ അടുത്തിരുന്നു. ആദർശ് ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടുമോ? അവൾ മടിച്ചു ചോദിച്ചു. ഇല്ല, പറയൂ. എനിക്കിവിടെ നിൽക്കാൻ പ്രയാസം തോന്നുന്നു. എല്ലാവരുടെയും കണ്ണുകളിൽ ഞാൻ ഒരു അപരാധിയാണ്. എനിക്ക് എവിടെയെങ്കിലും ജോലി കിട്ടുമോ? ഞാൻ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം. ആദർശിൻ്റെ മുഖം പെട്ടെന്ന് ചുവന്നു. എങ്ങോട്ട് പോകാൻ? നീ എൻ്റെ ഭാര്യയാണ്. നിനക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. നിന്നെ വെറുക്കുന്നവരുടെ മുന്നിൽ നീ ജീവിച്ചു കാണിക്കണം. അതിന് ഞാൻ കൂടെ ഉണ്ടാകും. ആദർശിൻ്റെ ആ ഉറച്ച വാക്കുകൾ ദീപ്തിക്ക് നൽകിയ ആശ്വാസം ചെറുതല്ലായിരുന്നു. ആദ്യമായി അവൾ
ആദർശിന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ ആദർശ് ഒരു നിമിഷം തറഞ്ഞുപോയി. അവളുടെ കണ്ണുകളിലെ നിഷ്കളങ്കത അവനെ ആകർഷിക്കാൻ തുടങ്ങിയിരുന്നു. അപ്പോഴാണ് ആദർശിന്റെ ഫോൺ ബെല്ലടിച്ചത്. ഒരു അജ്ഞാത നമ്പറായിരുന്നു അത്. ആദർശ് ഫോൺ എടുത്തു. ഹലോ ആദർശ്, സുഖമാണോ? നിന്റെ പുതിയ ദാമ്പത്യം എങ്ങനെയുണ്ട്? മറുതലയ്ക്കൽ കേട്ട ശബ്ദം ആദർശിനെ ഞെട്ടിച്ചു. അത് നന്ദനയായിരുന്നു. ഓടിപ്പോയ നന്ദന എന്തിനാണ് ഇപ്പോൾ ആദർശിനെ വിളിക്കുന്നത്? ഫോണിലൂടെ നന്ദനയുടെ ശബ്ദം കേട്ടപ്പോൾ ആദർശിന്റെ കൈകൾ വിറച്ചു. അവൻ ദീപ്തിയെ ഒന്ന് നോക്കി. അവൻ പറയുന്നത് ശ്രദ്ധിക്കാതെ അകത്തേക്ക് പോവുകയായിരുന്നു. ആദർശ് വേഗം ബാൽക്കണിയിലേക്ക് മാറി നിന്നു. നന്ദന, നീ എന്തിനാ ഇങ്ങോട്ട് വിളിക്കുന്നത്? നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ആദർശ് പല്ലു കടിച്ചു ചോദിച്ചു. ഫോണിന്റെ അപ്പുറത്ത് നിന്ന് നന്ദന പരിഹാസത്തോടെ ചിരിച്ചു. എന്തിനാ ആദർശ് ഇത്ര ദേഷ്യപ്പെടുന്നത്? ഞാൻ വിളിച്ചത് എൻ്റെ അഭിജിത്തിനെ ഒന്ന് കാണാനാണ്. പിന്നെ നീ ഒരു വേലക്കാരിയെ കെട്ടി എന്നറിഞ്ഞു. നിന്റെ നിലവാരത്തിന് അവളാണല്ലോ അനുയോജ്യം. വാക്കുകൾ സൂക്ഷിക്കണം നന്ദന. നീ ചെയ്ത ചതി കാരണം എൻ്റെ കുടുംബം അനുഭവിക്കുന്ന വേദന നിനക്കറിയില്ല. ഇനി മേലിൽ ഈ നമ്പറിലേക്ക് വിളിക്കരുത്. ആദർശ് ഫോൺ കട്ട് ചെയ്തു. അവനാകെ അസ്വസ്ഥനായിരുന്നു. നന്ദന വീണ്ടും വരുന്നത് കുടുംബത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് അവൻ ഭയന്നു. പക്ഷേ അവൻ അറിയാതെ തന്നെ ദീപ്തി വാതിലിന് പിന്നിൽ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. നന്ദനെ വിളിച്ചു എന്നറിഞ്ഞപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു ഭയം ഉടലെടുത്തു. അന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ എല്ലാവരും മേശയ്ക്ക് ചുറ്റും ഇരുന്നു. അഭിജിത്ത് പതിവ് പോലെ മുഖം വേർപ്പിച്ചിരിക്കുകയാണ്. അച്ഛാ, എനിക്ക് കുറച്ച് പണം വേണം. വിദേശത്ത് ഒരു ബിസിനസ് തുടങ്ങാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അഭിജിത്ത് പെട്ടെന്ന് പറഞ്ഞു. ശേഖരൻ പിള്ള ആദർശിനെ നോക്കി. ആദർശാണ് ബിസിനസ് കാര്യങ്ങൾ നോക്കുന്നത്. അവനോട് ചോദിക്കൂ. എനിക്ക് ഇവന്റെ കയ്യിൽ നിന്ന് ഒന്നും വേണ്ട. അഭിജിത്ത് ദേഷ്യത്തോടെ എഴുന്നേറ്റു. സ്വന്തം അനിയന്റെ ജീവിതം നശിപ്പിച്ച ആൾക്ക് വേണ്ടി പണിയെടുക്കാൻ എന്നെ കിട്ടില്ല. അഭി, നീ അതിര് കടക്കുന്നു. ആദർശ് ശബ്ദം ഉയർത്തി. അതിര് കടക്കുന്നത് ഞാനല്ല, നിങ്ങളാണ് ചേട്ടാ. നന്ദനയെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരുന്നതിന് പകരം നിങ്ങൾ ഈ വേലക്കാരിയെ കിട്ടി ആഘോഷിക്കുകയല്ലേ ചെയ്യുന്നത്? അഭിജിത്തിന്റെ വാക്കുകൾ കേട്ട് ദീപ്തിയുടെ കയ്യിലിരുന്ന പ്ലേറ്റ് തറയിൽ വീണ് പൊട്ടി. എല്ലാവരും അവളെ നോക്കി. ഭാനുമതി അമ്മ ദേഷ്യത്തോടെ അവളെ നോക്കി ആക്രോശിച്ചു. നോക്ക്, ഒരു പാത്രം പോലും മര്യാദയ്ക്ക് കഴുകാൻ അറിയില്ല. ഇവളെയൊക്കെ മരുമകളായി കിട്ടിയ എൻ്റെ വിധി. ദീപ്തി ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് ഓടിപ്പോയി. ആദർശ് അവളുടെ പിന്നാലെ ചെല്ലാൻ ആഗ്രഹിച്ചെങ്കിലും അമ്മയുടെയും അനിയന്റെയും മുന്നിൽ വെച്ച് അത് കൂടുതൽ പ്രശ്നമുണ്ടാക്കുമെന്ന് കരുതി അവൻ സ്വയം നിയന്ത്രിച്ചു. കുറച്ചു കഴിഞ്ഞ് ആദർശ് മുറിയിലെത്തിയപ്പോൾ ദീപ്തി ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ തോളുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ദീപ്തി, ആദർശ് അവളുടെ അരികിൽ ചെന്ന് വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. കണ്ണുകൾ കരഞ്ഞു ചുവന്നിരുന്നു. ആദർശേട്ടാ, നന്ദന ചേച്ചി വിളിച്ചിരുന്നു. അവർ തിരികെ വരുമോ? ആദർശ് ഒരു നിമിഷം മൗനമായി നിന്നു. അവൾ വിളിച്ചിരുന്നു, പക്ഷേ അവൾക്കിനി ഈ വീട്ടിൽ സ്ഥാനമില്ല. നീ എന്തിനാ അനാവശ്യമായി പേടിക്കുന്നത്? എനിക്ക് പേടിയാണ് അഭിജിത്ത്. ഏട്ടന് എന്നെ ഇഷ്ടമല്ല. അമ്മയ്ക്കും. നന്ദന ചേച്ചി വന്നാൽ ആദർശേട്ടനും എന്നെ ഉപേക്ഷിക്കുമോ? ആദർശ് ദീപ്തിയുടെ കണ്ണുകളിലേക്ക് നോക്കി. ആ നോട്ടത്തിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. അവൻ പതിയെ അവളുടെ കൈകളിൽ പിടിച്ചു. ഒരിക്കലുമില്ല. ആദർശ് ഒരാൾക്ക് വാക്ക് നൽകിയാൽ അത് പാലിച്ചിരിക്കും. നീ എൻ്റെ ഭാര്യയാണ്. അത് മാറ്റാൻ ആർക്കും കഴിയില്ല. ആ നിമിഷം അവർക്കിടയിൽ ഒരു മൗനാനുരാഗം മുട്ടിടുകയായിരുന്നു. പക്ഷേ ആ സന്തോഷം അധികം നീണ്ടു നിന്നില്ല. പെട്ടെന്ന് താഴെ നിന്ന് ഒരു വലിയ ശബ്ദം കേട്ടു. ആരോ വീടിന്റെ ഗേറ്റ് തള്ളി തുറന്ന് അകത്തേക്ക് വരികയാണ്. ആദർശും ദീപ്തിയും താഴേക്ക് ഓടിച്ചെന്നു. അവിടെ നന്ദനയും അവളുടെ അച്ഛനും നിൽക്കുന്നു. കൂടെ പോലീസുകാരുമുണ്ട്. താഴെ ഹാളിൽ നന്ദനയെയും പോലീസിനെയും കണ്ട് ശേഖരൻ പിള്ളയും ഭാനുമതിയും തരിച്ചുപോയി. അഭിജിത്ത് ഓടിച്ചെന്ന് നന്ദനയുടെ അരികിൽ ഇരുന്നു. അവന്റെ മുഖത്ത് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ നന്ദനയുടെ മുഖത്ത് വെറുപ്പും പ്രതികാര ബുദ്ധിയുമായിരുന്നു. എന്താ ഇവിടെ നടക്കുന്നത്? ആദർശ് താഴേക്ക് ഇറങ്ങി വന്ന് ചോദിച്ചു. ഇതാണോ ആദർശ്? കൂടെയുള്ള പോലീസ് ഓഫീസർ ചോദിച്ചു. അതെ സർ, ഞാനാണ്. നിങ്ങൾക്കെതിരെ ഒരു പരാതിയുണ്ട്. നന്ദനയുടെ ഇഷ്ടമില്ലാതെ അവളെ ഭീഷണിപ്പെടുത്തി വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നും മറ്റൊരു വിവാഹം കഴിച്ചുവെന്നുമായാണ് പരാതി. കൂടാതെ നന്ദനയുടെ സ്വർണ്ണാഭരണങ്ങളും രേഖകളും ഈ വീട്ടുകാർ കൈവശം വെച്ചിരിക്കുകയാണെന്നും ഇവർ പറയുന്നു, ഓഫീസർ പറഞ്ഞു. ആദർശ് ഞെട്ടിപ്പോയി. സർ, ഇത് ശുദ്ധ അസംബന്ധമാണ്. അവൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് വിവാഹ ദിവസം ഓടിപ്പോയത്. അതിന് തെളിവായി അവൾ എഴുതി വെച്ച കത്തുണ്ട്. ആ കത്ത് ഇവരെ കൊണ്ട് നിർബന്ധിച്ച് എഴുതിപ്പിച്ചതാണെന്ന് നന്ദന പറയുന്നത്. ഓഫീസർ തുടർന്നു.
നന്ദന മുന്നോട്ട് വന്ന് അഭിനയിച്ച് കരയാൻ തുടങ്ങി. അഭി, എന്നോട് ക്ഷമിക്കണം. നിന്റെ ചേട്ടൻ എന്നെ ഭീഷണിപ്പെടുത്തി ഓടിച്ചതാണ്. ഈ ദീപ്തിയെ ഇങ്ങോട്ട് കയറ്റാൻ വേണ്ടിയാണ് അവർ ചെയ്ത നാടകമാണിത്. നന്ദനയുടെ കള്ളം കേട്ട് ദീപ്തിയുടെ ശ്വാസം നിലച്ചുപോയി. ഇത്രയും വലിയ ചതി താൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. നീ എന്തൊക്കെയാ ഈ പറയുന്നത്? നന്ദന, അഭിജിത്ത് അന്തം വിട്ട് ചോദിച്ചു. അതേ അഭി, ആദർശേട്ടന് ദീപ്തിയോട് പണ്ടേ ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാ എന്നെ ഒഴിവാക്കിയത്. നന്ദന വിഷം തുപ്പി. നിർത്തടാ, ആദർശ് അലറി. അവൻ നന്ദനയ്ക്ക് നേരെ കൈ ഓങ്ങിയതും പോലീസ് അവനെ തടഞ്ഞു. നിയമം കയ്യിലെടുക്കാൻ നോക്കണ്ട ആദർശ്, ഞങ്ങൾക്ക് വീട് സെർച്ച് ചെയ്യണം. ഇവരുടെ സാധനങ്ങൾ ഇവിടെയുണ്ടോ എന്ന് നോക്കണം. പോലീസുകാർ അകത്തേക്ക് കയറി പരിശോധന തുടങ്ങി. ദീപ്തി ഒരു മൂലയിൽ തളർന്നിരുന്നു. പെട്ടെന്ന് ഒരു പോലീസുകാരൻ ഒരു ചെറിയ പെട്ടിയുമായി പുറത്തേക്ക് വന്നു. അത് നന്ദനയുടെ സ്വർണ്ണാഭരണങ്ങളായിരുന്നു. ഇത് എവിടെ നിന്നാ കിട്ടിയത്? ആദർശ് അത്ഭുതപ്പെട്ടു. ഇത് നിങ്ങളുടെ ബെഡ്റൂമിലെ അലമാരയിൽ നിന്നും കിട്ടിയത്, ഓഫീസർ പറഞ്ഞു. ദീപ്തിക്ക് ബോധം പോകുന്നത് പോലെ തോന്നി. ആ ആഭരണങ്ങൾ അവിടെ എങ്ങനെ വന്നു? ആദർശ് ദീപ്തിയെ നോക്കി. അവളുടെ കണ്ണുകളിലെ അമ്പരപ്പ് കണ്ടപ്പോൾ ആരോ ഇത് മനഃപൂർവ്വം അവിടെ വെച്ചതാണെന്ന് അവന് മനസ്സിലായി. ഇനി ഞങ്ങൾക്ക് ഒന്നും കേൾക്കേണ്ട ആദർശ്. തൽക്കാലം നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരണമെന്നുണ്ടാകും. ഭാനുമതി കരയാൻ തുടങ്ങി. ശേഖരൻ പിള്ളയുടെ നെഞ്ചിൽ വേദന അനുഭവപ്പെട്ടു. അദ്ദേഹം സോഫയിലേക്ക് ചെരിഞ്ഞു. അച്ഛാ, ആദർശ് അങ്ങോട്ട് ഓടിച്ചെന്നു. പക്ഷേ പോലീസ് അവനെ തടഞ്ഞു. പെട്ടെന്ന് ദീപ്തി മുന്നോട്ട് വന്നു. അവളുടെ കണ്ണുകളിൽ നേരത്തെ കണ്ട ഭയമായിരുന്നില്ല, ഒരു തരം നിശ്ചയദാർഢ്യമായിരുന്നു. സർ, ഒരു മിനിറ്റ്, ദീപ്തി ഉറച്ച ശബ്ദത്തിൽ വിളിച്ചു. എല്ലാവരും ദീപ്തിയെ നോക്കി. നന്ദനയുടെ മുഖത്ത് ഒരു പുച്ഛം വിരിഞ്ഞു. ആ ആഭരണങ്ങൾ ആദർശേട്ടൻ മോഷ്ടിച്ചതല്ല. അതവിടെ എങ്ങനെ വന്നുവെന്ന് എനിക്കറിയാം. ദീപ്തി തുടർന്നു. എന്ത്? നിനക്ക് എങ്ങനെ അറിയാം? ഓഫീസർ ചോദിച്ചു. ദീപ്തി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ഉയർത്തിക്കാട്ടി. ഈ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ എൻ്റെ ഫോണിൽ കണക്റ്റാണ്. ആദർശേട്ടൻ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ് ഇത്. 1 മണിക്കൂർ മുൻപ് ആ പെട്ടി ആ മുറിയിൽ ആര് വെച്ചുവെന്ന് ഇതിൽ കാണാം.